അതായത് എല്ലാവരുടെ വിചാരം പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ്, കുറച്ച് ഗ്ലാൻസ് എന്നേ വരുള്ളൂ. മെയിനായിട്ടുള്ള ലൂബ്രിക്കേഷൻ വരുന്നത് രക്തോട്ടം വന്നിട്ട് ഇത് തിങ്ങി നിറഞ്ഞു നിൽക്കും. ഈ വജൈനൽ വാൾസ് ബ്ലഡ് നിറഞ്ഞു നിൽക്കുമ്പം അതിൽ നിന്നുള്ള പ്ലാസ്മ, അതായത് അതിൻ്റെ ഫ്ലൂയിഡ് ഒലിച്ച് പുറത്തേക്ക് വരണം. രക്തത്തിൽ നിന്നുള്ള ഫ്ലൂയിഡ് പുറത്തോട്ട് വരുന്നതാണ് ലൂബ്രിക്കേഷൻ. പ്ലാസ്മ. അത് പ്ലാസ്മയാണ്. ആക്ച്വൽ ബ്ലഡിൻ്റെ അകത്തെ ഫ്ലൂയിഡാണ് പുറത്തേക്ക്. അപ്പോൾ രക്തോട്ടം കൂടിയാൽ മാത്രമേ ലൂബ്രിക്കേഷൻ ഉണ്ടാവുള്ളൂ. അപ്പം മിക്ക സ്ത്രീകളും വളരെ കോമൺ ആയിട്ട് നമ്മുടെ കംപ്ലൈൻറ്റ് എന്താണെന്നറിയോ, ചെറുപ്പക്കാർക്കും ലൂബ്രിക്കേഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പ്രോപ്പറായിട്ട് എറൗസ്ഡ് ആയിട്ടില്ല. സമയം കൊടുത്ത് ഇതുപോലെ നല്ല ഫോർപ്ലേ ഒക്കെ ചെയ്ത് അവർ എറൗസ്ഡ് ആയാൽ അവർക്ക് ലൂബ്രിക്കേഷൻ വന്നിട്ട് പിന്നെ ബന്ധപ്പെടുമ്പോൾ പെയിൻ ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ അവരുടെ ആ ഒരു ഫീലിങ്സും കൂടുതലായിരിക്കും. ഒബ്വിയസ്ലി അവർ പ്രോപ്പർലി എറൗസ്ഡ് ആണ്. അപ്പോൾ ആദ്യം പ്രോപ്പർലി എറൗസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർപ്ലേകൾ പലതും